പിന്നെ പല്ല് കേടാണ്ടിരിക്കാനായിട്ട് യോഗാശാസ്ത്രത്തിലൊരു കാര്യം ഒരു സാറ് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് കേട്ടതാണ്. അപ്പം ഇതെനിക്ക് വളരെ ഗുണകരമായെന്ന് തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോവില്ലേ, അപ്പം മലം പോകുന്ന സമയത്തായാലും മൂത്രം പോകുന്ന സമയത്തായാലും പല്ലിങ്ങനെ കടിച്ചു പിടിക്കും. അത്ര ഇങ്ങനെ കടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു പ്രത്യേക എനർജി വരും, പല്ലിന് ഭയങ്കര ബലം വെക്കും ഇത്ര. അപ്പം അതുകൊണ്ട് അതും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കുഞ്ഞുങ്ങളെയൊക്കെ അതൊന്ന് ശീലിക്കുകയാണെങ്കിൽ പല്ല് കേടാണ്ടിരിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടും എന്തെല്ലാം പല്ല് കേടാണ്ടിരിക്കുക, എന്തോരം കാൽസ്യം കൊടുത്തിട്ടും എന്തോരം പ്രോട്ടീൻ കൊടുത്തിട്ടും പല്ല് കേടാവുന്നതിന് ഇന്ന് കുഞ്ഞിലേ തുടങ്ങിയിട്ട് ഞങ്ങളുടെയൊക്കെ പല്ലൊക്കെ കേടായത് എത്ര വർഷങ്ങൾ കഴിച്ച് പ്രായമായിട്ടാണ് അവർ. ഇപ്പം അങ്ങനെയല്ല, കുഞ്ഞുങ്ങളുടെ തുടങ്ങിയിട്ട് പല്ലിന് കേട് വരുന്നത്. പിന്നെ ഇന്ന് തിന്നുന്ന സാധനങ്ങളൊക്കെ പല്ല് ദ്രവിച്ച് പോണ സാധനങ്ങളല്ലേ, ഈ കൊക്കക്കോളയും പെപ്സിയും അതുപോലെ തന്നെ ഈ ഇത് തന്നെ നമ്മൾ ഇപ്പോൾ യൂറോപ്യന്മാർ നമ്മുടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ പൽപ്പൊടി ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കോൾഗേറ്റും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പല്ല് ദ്രവിച്ച് പോവുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു പേസ്റ്റ് നമ്മൾ കോൾഗേറ്റൊക്കെ ഉപയോഗിക്കണമെങ്കിലും ഒരു തുണ്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് പരസ്യത്തിൽ കാണിക്കുന്നത് ഒരു ഇത് നിറച്ചാണ് കാണിക്കുന്നത്. അതൊക്കെ പല്ല് തേക്കുമ്പോൾ കുട്ടികളുടെ വയറിൻ്റെ ഉള്ളിൽ പോയിട്ട് കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടത് കാരണമായി തീരുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, കുഞ്ഞു മക്കളല്ലേ, നമ്മുടെ ഭാവി തലമുറയെ നിലനിർത്തേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണേ.